നമസ്കാരം. മക്കൾ ആരും തന്നെ സംരക്ഷിക്കുന്നില്ല. ഇനി ആർക്കും ഒരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെയെങ്കിലും പോയി ജീവനൊടുക്കാം എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയ 85 വയസ്സുകാരൻ കരുണാകരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കഥയാണിത്. ആലപ്പുഴ അരൂർ ലക്ഷ്മീട് കോളനി താമസക്കാരനായ കരുണാകരൻ കളപ്പുരയ്ക്കൽ എന്ന വയോധികൻ തെരഞ്ഞെടുപ്പ് ദിവസമാണ് വീട്ടിൽ നിന്നും മക്കളോട് പിണങ്ങിയിറങ്ങിയത്. ജീവൻ ഒടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഉണ്ടായത്. എറണാകുളത്തും കോട്ടയം മീനച്ചിലാറിന്റെ തീരത്തും ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തി. എറണാകുളത്ത് കായലിലേക്ക് ചാടാൻ കമ്പിവേലി തടസ്സമായതോടുകൂടിയാണ് കോട്ടയത്തേക്ക് എത്തിയത്. എന്നാൽ ഈ ശ്രമം പരാജയപ്പെട്ടു. പോലീസ് രക്ഷപ്പെടുത്തി കോട്ടയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. മകന്റെ ഫോൺ നമ്പർ കണ്ടെത്തി ഫോണിലേക്ക് വിളിച്ചു. അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. എന്നാൽ മകൻ വരാൻ കൂട്ടാക്കിയില്ല. ആരെയും കാണാത്തത് മൂലം സ്വയം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി കരുണാകരൻ ട്രെയിനിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ആരംഭിച്ചു. ഒടുവിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ വിശ്രമിക്കുന്ന സമയത്ത് ആരോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കരുതുന്ന ബാഗ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. തിരിച്ചറിയൽ കാർഡും അനുബന്ധ രേഖകളും നഷ്ടപ്പെട്ടു. വിഷമിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന കരുണാകരനെ റെയിൽവേ പോലീസ് കണ്ടെത്തി. റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കെൽട്രോണിന്റെ ലോഡിംഗ് അൺലോഡിംഗ് തൊഴിലാളിയായിരുന്നു താൻ എന്നതടക്കം പോലീസിനോട് ഇയാൾ പറഞ്ഞു. മക്കൾക്കൊപ്പം പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് പോയാലും എവിടെയെങ്കിലും പോയി ജീവനൊടുക്കും, ഇതായിരുന്നു അയാൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി. ഒടുവിൽ ജീവകാരുണ്യ പ്രവർത്തകർ എത്തി. ശക്തികുളങ്ങര ഗണേശൻ എന്ന ജീവകാരുണ്യ പ്രവർത്തകനെ വിളിച്ചു വരുത്തി. ഗണേശനും ബാബുവും ശ്യാം ഷാജി, മനോജ എന്നിവരായി സംസാരിച്ച ഒടുവിൽ അഗതി മന്ദിരത്തിൽ താൽക്കാലികമായി പാർപ്പിക്കാമെന്നും തീരുമാനമെടുത്തു. അങ്ങനെ പോലീസിന്റെ അനുമതി തേടി ഇദ്ദേഹത്തെ ശാസ്താംകോട്ടയിൽ പ്രവർത്തിക്കുന്ന ഫാദർ മനോജ് കോശി വൈദ്യന്റെ കാർമേൽ സ്നേഹം നിലയത്തിന്റെ സംരക്ഷണയിൽ എത്തിച്ചു. ഇദ്ദേഹത്തിന് ഉറ്റവരെ ഉടയവരെ വരുന്നതുവരെ ഇദ്ദേഹം ഇവിടെ സുരക്ഷിതനായിരിക്കുമെന്നും ഫാദർ മനോജ് കോശി വൈദ്യൻ പറയുന്നു. എന്റെ സ്വന്തം പ്രയത്നത്താൽ മൂത്ത മകനാണെങ്കിൽ ഒരു കാറാണ് മേടിച്ചു കൊടുത്തത്. ആ കാറ് വെറ്റി കഴിഞ്ഞപ്പോ അവന് 2 ഓട്ടോറിക്ഷ മേടിച്ചു. എന്റെ ഭാര്യയുടെ സ്ഥലം വെച്ചപ്പോ ബന്ധു വിറ്റിയത് 2 പ്രാവശ്യമായിട്ട് അവര് പോലെ ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. ഇലക്ഷന്റെ അന്ന് എനിക്ക് അവര് വീട്ടിൽ വന്ന് വോട്ട് ചെയ്യാനാണ്. ഇലക്ഷൻ കമ്മീഷൻ 3 ദിവസം വന്നു. എത്ര ദിവസമായി? ചൊവ്വാഴ്ച തുടങ്ങിയ ഇലക്ഷന്റെ ദിവസം നമ്മുടെ കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് അവിചാരിതമായി കണ്ടുമുട്ടിയ ഒരു 56 വയസ്സുള്ള ചേട്ടനാണ്. അപ്പോൾ ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ ഫാമിലി ബന്ധുക്കളും മക്കളും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ അവരുടെയൊക്കെ വീട്ടിൽ കയറ്റാതെയും അവരുടെയൊക്കെ ഉപദ്രവം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചാണ്. 2-3 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ട് നമ്മുടെ കൈകളിലെത്തി. അങ്ങനെ നമ്മള് ഗണേശേട്ടനെ വിളിച്ചിട്ട്, ഗണേശേട്ടൻ ശ്യാം ഉണ്ട്, അവരെ വിളിച്ചിട്ട് ഏൽപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവര് ഹൃദയപൂർവ്വം സുരക്ഷിതമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകണം. കാർമൽ സ്നേഹനിലയം, മൈനാഗപ്പള്ളി. വേറെ എങ്ങനെ കിടക്കാനൊരു സ്ഥലം വേണ്ട സാറേ. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ശല്യം ചെയ്യണില്ല. അതിന്റെ വീട് കണ്ടാൽ അറിയാം. ഡോറ് തല്ലിപ്പൊളിച്ച് കളഞ്ഞു, കിടക്കണ പാ കത്തിച്ച് കളഞ്ഞു. ഈ ഷർട്ടും കൊണ്ട് ഇപ്പൊ ഇന്ന് കിട്ടിയതാണ്. കടപ്പുറത്ത് പോയപ്പോ മുണ്ട് മുഴുവൻ കീറിയത്. ഒരു ഇതിനകത്തുണ്ട് കീർക്കണായിരുന്നു. ഷർട്ടിലൊക്കെ പാടക്കറ. വിനയത്ത് എന്താ 3 മക്കളുണ്ട്? 3 മക്കൾ. 3 ആമക്കൾ. ഞാൻ ഭ്രാന്തനായിട്ട് നടക്കണം. അവരെന്താ നോക്കാത്ത? അവര് ഞാൻ കളക്ടറുടെ ഒരു കേസ് ഹൈക്കോടതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് കോടതി കൊടുത്തിട്ടുണ്ട്. 50 വർഷം ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ കളക്ടർ കൊണ്ടുവന്നത് ടി.വി. തോമസാണ്. ആ പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ വേണ്ടി ആശ്രാന്ത പരിശ്രമം ഞങ്ങൾ ചെയ്തു. എന്റെ നേതാവ് മരിച്ചുപോയപ്പോ ഒരു കോൺഗ്രസിൽ നിന്ന് ഒരു സംബന്ധം സെക്രട്ടറി ആയിട്ട് കയറി. അവൻ വലിയ തന്നെ എന്റെ പേര് വെട്ടി. ഭാര്യയുണ്ടോ? ഭാര്യ നേരത്തെ മരിച്ചു. 2000 മരിച്ചു. 2000 കൊച്ചുങ്ങൾ ചെറുതായിരുന്നപ്പോഴാണ് അങ്ങനെയൊക്കെ വളർത്തിയാണ്. എന്തിനാ മരിക്കാനായിട്ട് ഇറങ്ങിയത്? മരിക്കാനായിട്ട് ഇറങ്ങിയത് വീട്ടിൽ ഒരു പേടി. എനിക്ക് ഡോറൊക്കെ തല്ലിപ്പൊളിച്ചു. കൊതുക് ഇതിനകത്ത് മുഴുവൻ മെഴുകുതിരിയുണ്ട്, ചന്ദനത്തിരി. അത് കത്തിച്ചാണ് കിടക്കുന്നത്. അടിക്കണ ചൂലെടുത്ത് കളഞ്ഞു. വൃത്തികേടായിട്ട് കിടക്കുക. സ്വന്തം വീടുണ്ടോ?
സ്വന്തം വീടുണ്ട്. അതിനകത്താണ് ഇളയ മകനും ഭാര്യയും കിടക്കുന്നത്. അവരാന്നോ നോക്കാത്തത്? ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിത്തിരി വെള്ളം നനച്ചു ചോദിച്ചത് എന്റെ മുഖത്തിട്ട് തുപ്പിയെ. ലോഡിങ് അൺലോഡിങ്. അത് കഴിഞ്ഞ് ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയാണ്. ലോട്ടറി ടിക്കറ്റ് വിറ്റാണ് ഞാനിപ്പോ അവസാനം 36 ടിക്കറ്റാക്കി. ഒരു ദിവസം ചായക്കും ചോറിന്. രാത്രി കഴിക്കാൻ കാശുണ്ടായാൽ അതിന് 10 രൂപയുടെ ബിസ്ക്കറ്റ്, ഒരു ഗ്ലാസ് പച്ചവെള്ളവും കുടിച്ചാണ് കിടക്കുന്നത്. ഇപ്പോഴും ടിക്കറ്റ് വിൽക്കുകയാണ്.